ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല, സത്യം പറയാമല്ലോ. ഞാൻ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനൊരു ട്രാവലറാണ്. സോ അതിനെപ്പറ്റിയും പിന്നെ കുറഞ്ഞ വിലയ്ക്കാണ് ഞാൻ ഓരോ സ്ഥലത്ത് പോകുന്നതും. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ്, പിന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ് എങ്ങനെ, വണ്ടി എങ്ങനെ കെയർ ചെയ്യാം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഓരോ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്, അതെല്ലാം ട്രൈ ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് ലോക്ക്ഡൗൺ ആണ്. ഇപ്പം എനിക്കറിഞ്ഞൂടാ, ഞാൻ ചിലപ്പം പോയിട്ട് പകുതി ദൂരെ പോയിട്ട് തിരിച്ചു വരുമായിരിക്കും. അതിനെപ്പറ്റിയൊന്നും ഒരു പിടിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്ന് ട്രിവാൻഡ്രം ചെക്കിങ് ഉണ്ടോ ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ ഊട് വഴി കൂടെയൊക്കെ എങ്ങനെയൊക്കെ പോവും. ഞാൻ എങ്ങനെയല്ല ഈ വീഡിയോ മാക്സിമം ഷോർട്ടായിരിക്കും, കാരണം ഫസ്റ്റ് വീഡിയോ അല്ലേ, എനിക്കിതിനെപ്പറ്റിയൊന്നും ഒരു അറിവില്ല. അപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം നോക്കും നല്ല വൃത്തി ചെയ്യാൻ. പോലീസ് പിടിക്കായിരിക്കും ചിലപ്പോൾ, ഒന്നും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഞാൻ ഒത്തിരി നാളായി പുറത്തോട്ട് പോയിട്ട്. ഞാൻ ഇവിടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് പുറത്ത് സിറ്റുവേഷൻ. അവർ പറഞ്ഞ് പോലീസുണ്ട്, ചെക്കിംഗ് ഉണ്ട്, പക്ഷേ ഒത്തിരി വണ്ടീസും ഉണ്ടെന്നാണ് പറയുന്നത്. വണ്ടി ഓടുന്നുണ്ട്, ഓട്ടോ ആയാലും കാറായാലും എല്ലാം ഓടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോയിട്ട് കാര്യങ്ങളാണ്. ചിലപ്പം പോലീസ് പിടിക്കും, പോലീസ് പിടിച്ച് ചിലപ്പം വണ്ടി എടുക്കേണ്ടി വരും, ഒരു പിടിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നമുക്ക് പുറത്തോട്ട് പോവാം, ഓക്കെ. എന്നിട്ട് എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. വണ്ടിയുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഞാൻ വണ്ടി ഓണാക്കിയിരിക്കുവാണ്. ഇത് കറക്റ്റാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടില്ല. അപ്പോൾ നമുക്ക് പോവാം. വണ്ടി കുറച്ച് നേരം വാമപ്പിലായിരുന്നു, കാരണം വണ്ടി ഒരിക്കലും നമ്മൾ ഓണാക്കി ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോവുക. ഓക്കെ, എടുക്കുക. ഇത് എങ്ങനെ കറക്റ്റ് വ്യൂ ആണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. ഞാൻ അതിൽ നോക്കിയപ്പോൾ താന്നിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഫോണിലോട്ട് നോക്കിയിരുന്നുണ്ട്. അത് കറക്റ്റ് എനിക്ക് അറിയാമായിരുന്നു, കാരണം ഫ്രണ്ട് ഹോസ്പിറ്റലിൽ ഇതാണ് എൻ്റെ വണ്ടി. RS200 ആണ്. ഞാൻ കളറ് ബുക്കിൽ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, കാരണം റെഡ് ആൻഡ് വൈറ്റ് ആണ് ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുമ്പോൾ RC ബുക്കിൽ. അപ്പോൾ ഇത് ശരിക്കും എല്ലാവരും വിചാരിക്കും എന്തായിരിക്കും യെല്ലോ അടിച്ചത്. ശരിക്കും എന്നെ പറ്റിച്ചതാണ് ബ്രോ, പറ്റിച്ച ഗായ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പുള്ളിയോട്, പെയിൻ്റ് അടിക്കുന്ന പുള്ളിയോട് പറഞ്ഞു, പക്ഷെ ഭയങ്കര ക്ലിയറും ഭയങ്കര ക്ലീനും ആയിരുന്നു കേട്ടോ. നല്ല നല്ല അടിപൊളി പെയിൻറ്റാണ് പുള്ളി അടിച്ചിട്ടുള്ളത്. ഇത്രയും നാളായിട്ട് ഫെയ്ഡൊന്നും ആയിട്ടില്ല. ഇത് ഞാൻ യെല്ലോ ഗോൾഡാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. അപ്പം പുള്ളി അത് ചെയ്തൊന്നുമില്ല. എന്തോ
ആരും നോക്കിയിട്ട് പോകാം. അപ്പം പുള്ളി എന്നെ പറ്റിച്ചു. ഇപ്പം പെയിൻറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, നൈസാണ്. പിന്നെ വണ്ടി ഒരു യൂണിറ്റാണ്. പിന്നെ 2 മിറർ ഉണ്ടായിരുന്നു, ഇതിൽ മിറർ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു. അത് പൊട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ വണ്ടി താഴെ എത്തി, ഞാൻ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ ഈ വലുതായിട്ട് ചെളിയിലൊന്നും ഇറക്കത്തില്ല. ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ മാത്രമേ അല്ലാതെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തോളം ഞാൻ വലിയ ചെളിയിലൊന്നും ഇറക്കത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു സ്ലാബിൻ്റെ മണ്ടേ കയറ്റിയിട്ട് അതിൻ്റെ അകത്തോടെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കയറി. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാലെത്തിയില്ല. പിന്നെ വണ്ടി അങ്ങ് മറിഞ്ഞങ്ങ് താഴെ വീണു. അങ്ങനെ ഹാൻഡിൽ ചെറിയൊരു ബെൻഡേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെറിയൊരു ബെൻഡാണെങ്കിൽ പോലും ഞാനത് മാറ്റി. അങ്ങനെ ഞാനത് മാറ്റി. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് ജെൽ ടൈപ്പ് നമ്പർ പ്ലേറ്റാണ്. ഇത് ഞാൻ ഒത്തിരി നാളായി ഈ വൈസറും ഈ നമ്പർ പ്ലേറ്റും വെച്ചിട്ട്. ഇത് നിഞ്ച വൈസറാണ്. കാരണം ഈ വൈസറെ എല്ലാവരും വാങ്ങാവും. കാരണം എന്തെന്ന് വെച്ചാൽ ഇതാണ് ഇച്ചിരി, ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒരുമാതിരി ഫൈബർ പ്ലാസ്റ്റിക് പോലത്തെ. ഇതാണ് ഇച്ചിരി ഗ്ലോസി ടൈപ്പ് ആയിരിക്കും, എടുത്ത് കാണിക്കും, നല്ല രസമാണ്. പിന്നെ ഇത് റിംഗ് ലൈറ്റ്, ഇതൊക്കെ വെച്ചിട്ട് 2 വർഷമൊക്കെ. ഇതൊക്കെ ഞാൻ ആദ്യം വെച്ച ആദ്യത്തെ സമയത്ത്. പിന്നെ എൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാ നെയിം rs.captain ആണ്. എന്താണ് ഈ ക്യാപ്റ്റൻ എന്ന് ഉദ്ദേശിച്ച് എല്ലാവരും ചോദിക്കുമായിരിക്കും. അത് എന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിലെൻ്റെ ആദ്യത്തെ വണ്ടി ഈ മാർവൽ അവഞ്ചർ സീരീസിൻ്റെ ക്യാപ്റ്റൻ ഷീൽഡായിരുന്നു. അതിൻ്റെ ഒരു സീരീസ് കാരണമാണ് ഞാൻ അതിൽ ക്യാപ്റ്റൻ എന്ന് പേരിട്ടത്. ഒത്തിരി തിങ്ക് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഭയങ്കര കൂട്ടുകാരന്മാരൊക്കെ ഇഷ്ടം പോലെ പേടിച്ചു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിലിരുന്നു, അങ്ങനെ ഐഡിയ തോന്നിയിട്ടാണ് അതൊരു ചെയ്യാൻ തോന്നിയത്. പിന്നെ റാപ്പിങ് ശരിക്കും നല്ല റാപ്പിംഗ് ഉണ്ട്, പക്ഷേ ഭയങ്കര പാടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ശരിക്കും പറഞ്ഞു കേട്ടോ, ഭയങ്കര പാടാണ് ഈ റാപ്പിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ സിംഗിൾ കളർ ആക്കിയത്. ഇനി അതിൽ സ്റ്റിക്കർ വർക്കിംഗ് ഒന്നും എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുമ്പോൾ ക്ലിയർ കോട്ട് അടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇത് വെളുത്ത് പോകും നിങ്ങൾ അടിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ പറയുന്നത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എങ്ങനെ ക്ലീനായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ. Remember how you held me then? Now you've got me reaching out. And do you see you got me falling in more times than I can get out. Down in the deep of my mind, I call for you and you're always in tight. Down in the deep of my mind, how long do I got to keep you, to keep you? Down in the deep of my mind, I call for you and you're always inside. Down in the deep of my mind, trying so hard not to keep you, to keep you. Falling in more times than I can get out.